ഹായ് ഹലോ ചെല്ലക്കുട്ടീസ്, ഞാൻ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നേ കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു 4 ഡേയ്സ് മുമ്പ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പൊതുവേ വളരെ കുറവാണ്. എന്നാലും ഒരു 4 ഡേയ്സ് മുമ്പ് ഏകദേശം 500 അബവ് സബ്സ്ക്രൈബേഴ്സ് ആയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ 500 എന്നുള്ള പിന്നെ 495 ആയി, പിന്നെ അത് 498 ആയി, പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞിട്ട് 505 ആയി, പിന്നെ 510 ആയി, പിന്നെയും കറങ്ങി 499 ആയി. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമുക്കിപ്പം ഓരോ സബ്സ്ക്രൈബേഴ്സ് നമുക്കറിയാമല്ലോ എന്ത് പാടായിരിക്കും ഓരോ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കൂടാനായിട്ടല്ലേ. അപ്പം ഇതിങ്ങനെ കുറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയുവാണ്. ആദ്യം പൊതുവേ ഞാൻ എല്ലാവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 24 hours കഴിഞ്ഞിട്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ നിങ്ങളെ സബ്ബാക്കി ഒരു 24 hours ശേഷം മാത്രം തിരിച്ചെന്നെ സബ് ചെയ്യുക. ഇതൊരു ചെറിയൊരു റിക്വസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്കായാലും നിങ്ങൾക്കായാലും സ്പാം ആവും. എനിക്കിപ്പം ഞാനിതിങ്ങനെ പറയില്ലായിരുന്നു, ഓൺ വോയിസ് വരില്ലായിരുന്നു. കാര്യം ഇതിപ്പോൾ എനിക്ക് ഫീലായി. പിന്നെ ഇത് ഈ 510 ഒക്കെ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 25ഓളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പോയിന്നേ. ഇതിപ്പം 525 30 ആവേണ്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്ഥാനത്താണ് എനിക്ക് പിന്നെ ഈ 501 ഒക്കെ വന്നേക്കുന്നത്. അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്യുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും, എന്നെ മാത്രമെന്നല്ല എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എല്ലാം സബ് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് ലൈവൊക്കെ വരാം. അപ്പം എല്ലാവരും മാക്സിമം പരസ്പരം സപ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മളെ ഒരാൾ സബ്ബാക്കി മിനിമം 24 hours കഴിഞ്ഞിട്ട് അയാളെ സബ്ബാക്കുക. അയാളുടെ വീഡിയോസിനായാലും ഷോർട്സിനായാലും നിങ്ങളെ കമൻറ്റും മെസ്സേജും ഒക്കെ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു വെരി 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 ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. സോ താങ്ക് യു. ബൈ.